ഹായ് ഫ്രണ്ട്സ്, മിഷമാക്സ് ബ്ലോഗ് 18ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് ഒരു പഴയകാല ഐറ്റമാണ്. അതായത് പലവക എന്ന് പറയും. 10 ഐറ്റംസ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു നാടൻ വിഭവമാണിത്. നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഇപ്പോഴും മിക്കവാറും എല്ലാ വീടുകളിൽ തന്നെ 4 മണിക്കത്തെ കാപ്പിയായിട്ട് ഈ പലവക ഐറ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പോഷകാഹാരവും ഗുണമേന്മയും എന്താണെന്ന് നാട്ടിൻപുറത്തുള്ളവർക്ക് തന്നെയാണ് കൂടുതലായിട്ട് അറിയാവുള്ളൂ. സിറ്റികളിൽ താമസിക്കുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ഗ്രാഹ്യം ഉണ്ടായിരിക്കില്ല. എങ്കിലും ഈ ഐറ്റത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നതാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന കാച്ചിൽ വെള്ളക്കാച്ചിലോ അതുപോലെ നീലക്കാച്ചിലോ ആകാം. കൂടുതലും അഭികാമ്യം വെള്ളക്കാച്ചിലാണ്. പിന്നെ കപ്പ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ചെറിയ വേരോട് കൂടിയ കപ്പ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. വാഴയ്ക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത്തക്കായുടെ കായ ഉപയോഗിക്കത്തില്ല, മറിച്ച് ഞാലിപ്പൂവൻ, പൂവൻ, അതുപോലെ പാളയംകോടൻ അങ്ങനെയുള്ള ടൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. 1-2 കാ മാത്രം മതിയാവും. നാടൻ ചേമ്പിൻ്റെ മൂപ്പെത്താത്ത കണ്ണും അതുപോലെ ചേനയായിരുന്നാലും മൂപ്പെത്താത്ത ചേനയും ചെറുകിഴങ്ങ് അത്യാവശ്യം നല്ല മൂപ്പുള്ളതും അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പറഞ്ഞ 10 കൂട്ടം സാധനങ്ങളുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പലവക പുഴുക്ക് നമുക്ക് തയ്യാറാക്കാം. പയറിന് വേവ് കൂടുതലുള്ളതുകൊണ്ടും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിനും വേണ്ടി നമ്മൾ ആദ്യം അത് വറുത്തെടുക്കും. അതിനുശേഷം സെപ്പറേറ്റായിട്ട് വേവിച്ചെടുത്താണ് ഇതിൻ്റെ അത് ഉപയോഗിക്കുന്നത്. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ആദ്യം തന്നെ വെള്ളം ചേർത്ത് അതിനോടൊപ്പം അല്ല അത് വേവിക്കുന്നത്. മത്തങ്ങയാണ് ഇതിൻ്റെ അകത്ത് മുതൽക്കൂട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് മത്തങ്ങയും പപ്പായയും നമ്മൾ ആദ്യം ഏറ്റവും അടിയിലായിട്ട് ഇടും. അതിന് മുകളിലേക്കേ മറ്റു സാധനങ്ങൾ എടുത്തുള്ളൂ. കാരണം അതിനൊരു ചൂട് ഏൽക്കുമ്പോൾ തന്നെ അതിനൊരു വേവ് കൊണ്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ജലാംശവും ഈ അരപ്പിൻ്റെ ജലാംശവും കൂടെ കൂടി നന്നായി വെന്ത് അതിൻ്റെ ടേസ്റ്റോട് കൂടി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ.